തിരുശേഷിപ്പ് വന്ദനവും വിശ്വാസ പ്രഖ്യാപനവും. ഇപ്പോൾ നിയുക്ത മെത്രാപ്പോലീത്ത അർക്കദിയോക്കനാൽ നയിക്കപ്പെട്ട് രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ് വച്ചിരിക്കുന്ന പീഠത്തിന് സമീപം എത്തിച്ചേരുന്നു. നിയുക്ത മെത്രാപ്പോലീത്ത മിശിഹായ്ക്ക് വേണ്ടി സ്വജീവരക്തം ചിന്തി സാക്ഷ്യം വഹിച്ച ധീര രക്തസാക്ഷികളോടുള്ള തൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരുടെ മാതൃക ഏറ്റുവാങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗായക സംഘം രക്തസാക്ഷികളോടുള്ള പ്രാർത്ഥനാഗീതം ആലപിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം നിന്നുകൊണ്ട് നിയുക്ത മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിയുക്ത മെത്രാപ്പോലീത്തായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് തുടർന്ന് നടക്കുന്നത്. മദ്ബഹായിലെ ഇരിപ്പിടത്തിലിരിക്കുന്ന കാർമ്മികൻ്റെ മുമ്പാകെ മുട്ടുകുത്തി നിന്ന് സഭയുടെ വിശ്വാസ സത്യങ്ങളോടും സന്മാർഗ പ്രബോധനങ്ങളോടുമുള്ള പ്രതിബദ്ധതയും തിരുസഭയോടും തൻ്റെ മേലധികാരികളോടുമുള്ള വിധേയത്വവും ദൈവ തിരുമുമ്പാകെ ഏറ്റുപറയുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. The Archbishop-elect now makes a profession of faith, declaring his allegiance to the Holy Church, the Pope, and the major Archbishop of the Syro-Malabar Church. നിസിബിസ് അതിരൂപതയുടെ സ്ഥാനിക മെത്രാപ്പൊലീത്തയാകുവാൻ നിയുക്തനായ ഞാൻ ജോർജ് ജേക്കബ് കൂവക്കാട് വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും ദൃഢമായി വിശ്വസിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
പിതാവിനോടുകൂടി ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമായ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായി എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ റഫേൽ മെത്രാപോലിത്തയോട് സഭാ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ വിധേയത്വം ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വിശുദ്ധ സുവിശേഷ ഗ്രന്ഥത്തിൽ വലതുകരം വെച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ നിയുക്ത മെത്രാപ്പൊലീത്ത അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആചാരം ചെയ്ത ശേഷം എഴുന്നേൽക്കുന്നു. ശുശ്രൂഷ കർമ്മങ്ങൾ നിർവഹിക്കാനായി കാർമ്മികരെയും ദിവ്യ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ നിയുക്ത മെത്രാപ്പൊലീത്തയെയും ആത്മീയമായി ഒരുക്കുന്ന പ്രാരംഭ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാ തിരുക്കർമ്മങ്ങളും കർത്തൃപ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പൗരസ്ത്യ സുറിയാനി രീതി അനുസരിച്ച് മെത്രാഭിഷേക കർമ്മവും കർത്തൃപ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതനായ ദൈവമേ, അങ്ങയുടെ ആരാധ്യവും സ്തുത്യർഹവുമായ നാമത്തെ സ്വർഗവാസികളും ഭൂവാസികളും ആരാധിക്കുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യട്ടെ. അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബലഹീനരായ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ ശക്തരാക്കണമേ. അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ നിർമ്മല ഹൃദയത്തോടും ശുദ്ധ മനസാക്ഷിയോടും കൂടെ പരികർമ്മം ചെയ്യുന്നതിനെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവീക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ്റെ കാരുണ്യം ഞാൻ പ്രകീർത്തിക്കും. അവിടുത്തെ വിശ്വസ്തത ഞാൻ പ്രസംഗിക്കും. അബ്രഹാത്തിനും ദാവീദിനും നല്ല കാര്യങ്ങൾ ചെയ്ത ദൈവം വാഗ്ദാനം ചെയ്തു. നമ്മുടെ കാലത്ത് മിശിഹാ വഴി അവിടുന്ന് പ്രവൃത്തിയാൽ അവ പൂർണ്ണമാക്കി. അവിടുത്തേക്ക് സ്തുതി. തിരഞ്ഞെടുക്കപ്പെട്ടവനോട് ഞാൻ ഉടമ്പടി ചെയ്തു. ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു. ആകാശം അങ്ങേ ശക്തി വിളംബരം ചെയ്യുന്നു. വിശുദ്ധന്മാരുടെ സമൂഹം അങ്ങേ വിശ്വസ്തതയെ പ്രകീർത്തിക്കുന്നു. നീതിമാന്മാരുടെ സംഘത്തിൽ കർത്താവ് പ്രത്യക്ഷനായി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ പോലെ ശക്തനായ ആരുണ്ട്? വിശ്വസ്തത അങ്ങയുടെ ആണയാകുന്നു. അങ്ങ് അഹങ്കാരികളെയെല്ലാം മരിച്ചവർക്ക് താഴ്ത്തി. ആകാശവും ഭൂമിയും അങ്ങയുടേതാണല്ലോ. ലോകവും അതിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ചു. ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. അങ്ങേ തൃക്കരം പ്രബലമാണല്ലോ. അങ്ങേ വലതുകരം ഉയർത്തപ്പെട്ടിരിക്കുന്നു. കാരുണ്യവും വിശ്വസ്തതയും അങ്ങേ സന്നിധിയിൽ വ്യാപരിക്കുന്നു. അവരെല്ലാവരും
അവർ അങ്ങേ നാമത്തിൽ ആനന്ദിക്കും, അങ്ങേ നീതിയാൽ അനുഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയും മഹത്വവുമാകുന്നു. അങ്ങേ ദിവ്യസഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകുന്നു. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവും. അവിടുന്ന് ഒരു ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു: ഞാനൊരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരം അവനെ സഹായിച്ച് ശക്തിപ്പെടുത്തി. ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മർദ്ദിക്കുകയോ ചെയ്തില്ല. അവന്റെ വൈരികളെയെല്ലാം അവന്റെ മുൻപിൽ വെച്ച് ഞാൻ നശിപ്പിക്കും. അവനെ വെറുക്കുന്നവരെ ഞാൻ തകർക്കും. എന്റെ വിശ്വസ്തതയും കാരുണ്യവും എന്നും അവനെ അനുഗമിക്കും. എന്റെ നാമത്തിൽ അവൻ ഉയർത്തപ്പെടും. അവന്റെ കൈ സമുദ്രത്തിന്മേലും വലതുകരം നദിയിന്മേലും സ്ഥാപിക്കും. ആകുന്ന എന്റെ പിതാവും ദൈവവും ബലവാനായ രക്ഷകനുമാകുന്നുവെന്ന് അവൻ വിളിച്ചു പറയും. അവനെ ഞാൻ ആദ്യജാതനും രാജാക്കന്മാരിൽ ഉന്നതനുമാക്കും. എന്റെ കാരുണ്യം അവനെ അനുഗമിക്കും. എന്റെ ഉടമ്പടി പൂർത്തിയാവുകയും ചെയ്യും. അവന്റെ സന്തതിയെ ഞാനെന്നും നിലനിർത്തും. ആകാശമുള്ള കാലത്തോളം അവന്റെ സിംഹാസനം ഉണ്ടായിരിക്കും. എങ്കിലും എന്റെ സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. ഞാൻ എന്റെ വാഗ്ദാനം ലംഘിക്കുകയോ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയോ ചെയ്യുകയില്ല. എന്റെ വിശുദ്ധിയുടെ പേരിൽ ഞാൻ ഒരിക്കൽ ശബ്ദം ചെയ്തിട്ടുണ്ട്. ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല. അവന്റെ വംശം എന്നും നിലനിൽക്കും. അവന്റെ സിംഹാസനം സൂര്യനെ പോലെയും വിശ്വസ്ത സാക്ഷിയായ ചന്ദ്രനെ പോലെയും എന്നേക്കും സ്ഥിരമായിരിക്കും. എങ്കിലും അങ്ങേ അഭിഷിക്തനെ അവിടുന്ന് മറന്നുകളയുകയും അവനോട് കോപിക്കുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനും വിശുദ്ധീകരിക്കുന്നവനും എല്ലാ വിജ്ഞാനത്തിൻ്റെ സമൃദ്ധമായ നിക്ഷേപവും എല്ലാ ആത്മീയദാനങ്ങളുടെ ഉറവയും മഹത്വത്തിൻ്റെ വിശുദ്ധ കിരണങ്ങളാൽ എല്ലാറ്റിനെയും സദാ പ്രകാശിപ്പിക്കുന്നവനുമായ റൂഹായേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ സത്തയിൽ നിന്ന് സമയത്തിനതീതനായി പുറപ്പെടുകയും സ്വശക്തിയാൽ ആകാശത്തിലും ഭൂമിയിലും സർവ്വതും പ്രവർത്തിക്കുകയും തൻ്റെ ദിവ്യദാനങ്ങളുടെ ഉറവുകളിൽ നിന്ന് പ്രവാചകത്വത്തിൻ്റെ അരുവികൾ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്ത തൻ്റെ കരുണാസാഗരത്തിൽ നിന്ന് ശ്ലൈഹിക വരങ്ങൾ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ശ്ലൈഹിക പൗരോഹിത്യത്തിൻ്റെ ദാനങ്ങൾ നീതിമാനായി ദാസന്റെ ഹൃദയത്തിൽ അങ്ങ് വർഷിക്കണമേ. പ്രധാനാചാരിത്വത്തിൻ്റെ കിരീടം അങ്ങയുടെ ആരാധകന്റെ ശിരസിൽ അണിയിക്കണമേ. തൻ്റെ പ്രബോധനം വഴി തൻ്റെ ആത്മീയ മക്കളെ ഇദ്ദേഹം പ്രശോഭിപ്പിക്കട്ടെ. തൻ്റെ അജഗണത്തിൽ നിന്ന് അന്ധകാരത്തിൻ്റെ ശക്തികളെ ഇദ്ദേഹം അകറ്റിക്കളയട്ടെ. പിതാവിനോടുകൂടെ സത്തയായവനും ദൈവത്തിൽ സമനായി വാഴുന്നവനും ആത്മീയ വരങ്ങളുടെ ദാതാവുമായ
സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പരിശുദ്ധാത്മാവുമായി ബഹുമാനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനുമായി കാരണമാകട്ടെ എന്നേക്കും. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ നിസ്തുല വരദാനം ജ്ഞാനം പകരുന്നു. അജ്ഞരിലെന്നും ത്രിത്വത്തിൻ ശക്തിമഹത്വം വെളിവാക്കി തന്നുടെ കൃപയാൽ വൈദികനിൽ പൂർണ്ണതയേവം നൽകുന്നു. സ്തുത്യർഹൻ ദൈവം പരിശുദ്ധൻ. പരിശുദ്ധാത്മാവാൻ പൂരിത ശിഷ്യന്മാർ ഭാഷാവരവോടെ അറിവ് പകർന്നു ജനതയ്ക്കായി ജ്ഞാനസ്നാനം നൽകുകയായി താതൻ നൽകിയ വാഗ്ദാനം ശ്ലീഹന്മാരുടെ പാണികളാൽ നിറവേറ്റും ദൈവം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവിക വിശ്വാസം ഞങ്ങൾ കരുളിയൊരാ തോമാശ്ലീഹായേ, വഴിയും സത്യവും അതുപോലെ ജീവനുമാം നരരക്ഷകനെ ജീവിക്കാൻ വഴി കാട്ടും നിൻ പ്രേഷിത ഭാസുര ചൈതന്യം കാത്തിടുവാൻ വരവിന്നേകണമേ. പൂജിതമാം സഭതൻ നിർമ്മല മാനസരെ ജ്ഞാനവിളക്കുകളെ ഇഗ്നേഷ്യസ് അംബ്രോസീസേ മാരപ്രേമഗസ്തീനോസേ വിശ്വാസത്തിൻ സാക്ഷികളെ പ്രാർത്ഥന വഴിയായി നൽകിടണേ രക്ഷണമേ മണ്ണിൽ ചിരകാലം. എൻ്റെ കർത്താവേ, നിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ദാസൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കണമേ. നിൻ്റെ അജഗണത്തിൻ്റെ ഇടയനായിത്തീരുവാൻ നിൻ്റെ മുഖത്തിൻ്റെ തേജസ് ഇദ്ദേഹത്തിൻ്റെ മേൽ പ്രകാശിപ്പിക്കണമേ. നിൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം ഇദ്ദേഹത്തെ ധരിപ്പിക്കണമേ. നിൻ്റെ അജഗണത്തെ നിൻ്റെ തിരുമനസ്സിലൊത്തവണ്ണം നയിക്കുവാൻ നിൻ്റെ അധികാരവും തിരുവചനമാകുന്ന വാളും ഇദ്ദേഹത്തിന് നൽകണമേ. നിൻ്റെ അഭീഷ്ടമനുസരിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുന്നതിനും നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആലയമായി തീരുന്നതിനും നിൻ്റെ ശക്തിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ശക്തി പ്രദാനം ചെയ്യുകയും നിൻ്റെ വലതുകരത്തിൽ നിന്ന് സഹായം നൽകുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
സ്വർഗത്തിലും ഭൂമിയിലും സ്ലീഹന്മാർക്ക് അധികാരം നൽകിയ നല്ലവനായ എൻ്റെ കർത്താവേ, നിന്റെ കൃപയുടെ ശക്തി നിന്റെ ആരാധകന് നീ പ്രദാനം ചെയ്യണമേ. കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അബദ്ധസഞ്ചാരിയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ഉപദേശങ്ങൾ എനിക്ക് സ്വീകാര്യമായി തോന്നുന്നു. കർത്താവേ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ പ്രവൃത്തികളും നല്ലവയാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അഹങ്കാരികളുടെ വഞ്ചന വർദ്ധിച്ചു, എങ്കിലും ഞാൻ പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചു. അവരുടെ ഹൃദയത്തിൽ നന്മയില്ല, ഞാനോ അങ്ങയുടെ നിയമങ്ങൾ അനുസരിച്ചു. കഷ്ടപ്പാടുകൾ എനിക്ക് ഉപകരിച്ചു, അവ മൂലം ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു. പൊന്നിനെയും വെള്ളിയേക്കാൾ അങ്ങയുടെ കൽപ്പന എനിക്ക് വിലപ്പെട്ടതാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സ്ലീഹന്മാർക്ക് അധികാരം നൽകിയ നല്ലവനായ എൻ്റെ കർത്താവേ, നിന്റെ കൃപയുടെ ശക്തി നിന്റെ ആരാധകന് നീ പ്രദാനം ചെയ്യണമേ. കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതിന് മുൻപ് ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവേ, നിന്റെ ആരാധകരുടെ മേൽ വസിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവേ, നിന്റെ ആരാധകരുടെ മേൽ വസിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. Lord God, who came down upon Moses on Mount Sinai to give the Israelites the law, the shadow of the New Testament, and anointed Aaron and his sons for the interim priesthood, let the power fill up in this servant. May the Spirit who descended in the form of tongues of fire upon the apostles and in the upper room, and chose them to proclaim the holy name to all the nations, come down to dwell in your servant who you have chosen. Grant him the chief position and the dispensation of the divine mysteries in the church. May he be raised from the power to power and from glory to glory in the high priesthood that undertake the sharing of your gifts, O Lord, as you chose Matthias in the place of Judas, through Peter appoint him, chosen by our common Father in Rome, Pope Francis, to feed your flock worthily, and all his life in the diocese of Nisibis, giver of all divine gifts, Lord of all, forever. മോശ പരിശുദ്ധനാകുന്നു,
അങ്ങയോട് പ്രാർത്ഥിക്കുന്നവരിൽ സാമുവേലും പുരോഹിതന്മാരിൽ അഹറോനും പരിശുദ്ധനാകുന്നു. രാജാക്കന്മാരുടെ രാജാവും പുരോഹിതന്മാരെയും വിശുദ്ധരെയും അഭിഷേചിക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ഈ ദാസനെ വിശുദ്ധിയുടെ തൈലത്താൽ അഭിഷേകം ചെയ്യണമേ. അജപാലനാധികാരവും ഇടയന്റെ വടിയും ഈ ദേഹത്തിന് നൽകണമേ. നിർമ്മല ഹൃദയത്തോടും ശുദ്ധ മനസ്സാക്ഷിയോടും കൂടി നിന്റെ അജഗണത്തെ ഈ ദേഹം മേയിക്കട്ടെ. നിനക്ക് നിരന്തരമായ സ്തുതിയും പുകഴ്ചയും യോഗ്യമാകുന്നു. അവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും മേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയും ചെയ്തു. അവിടുത്തെ ആജ്ഞകളും നിയമങ്ങളും അവർ കൃത്യമായി പാലിച്ചു. അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരോട് ക്ഷമിച്ചെങ്കിലും അവരുടെ കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകി. ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ, അവിടുത്തെ പർവ്വതത്തിനു മുൻപിൽ അവിടുത്തെ കുമ്പിട്ട് വണങ്ങുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് ഏറ്റവും പരിശുദ്ധനാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. O Christ, King of Kings, who anoints priests and saints, anoint this your servant with the grease of holiness. Give him the power of pastoral ministry and the shepherd's staff. May he feed your flock with a pure heart and a clear conscience, for unending praise and honor are due to you. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, വിശുദ്ധ സ്നേഹന്മാരുടെ മേൽ അഗ്നിയുടെ രൂപത്തിൽ ആവസിക്കുകയും അവരെ അങ്ങയുടെ ദാനങ്ങളാൽ വിജ്ഞാനികളും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരുമാക്കുകയും മനുഷ്യരുടെ മുൻപാകെ ഉയർത്തുകയും അവരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും വൻകാര്യങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത അങ്ങയുടെ കൃപ ഈ ദാസനിൽ ആവസിക്കുകയും നിലനിൽക്കുകയും ചെയ്യട്ടെ. ഇദ്ദേഹം അങ്ങയുടെ അജഗണത്തെ നീതിപൂർവം ഭരിക്കുകയും ശരിയായി നയിക്കുകയും അങ്ങയുടെ സഭയിൽ അങ്ങയുടെ ജനത്തിൻ്റെ ശ്രദ്ധയുള്ള തലവനായിരിക്കുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാ വരങ്ങളുടെയും ദാതാവും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉള്ളവനും അങ്ങു തന്നെയാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. അങ്ങ് അവൻ്റെ ശിരസിൽ മഹത്വമേറിയ മുടി അണിയിച്ചു. Lord, you gave your wealth to the hard-working 12 apostles and made them rich with your divine gifts and entrusted to them the power of your creativity. Look upon this, your servant, and bless him with every necessary gift. Sending the Holy Spirit upon him, heed his prayers. O Lord, through your hand, the hands of this servant, give your flock all help. Bless all the priests and deacons in the church, that they may with him offer you praise. അങ്ങ് അവനെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും മഹത്വമേറിയ മുടി അവനെ അണിയിക്കുകയും ചെയ്തു. അവൻ അങ്ങയോട് ജീവൻ ചോദിച്ചു, അങ്ങ് അവന് നിത്യായുസ്സ് നൽകി. അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങ് അവനെ നിത്യമായി അനുഗ്രഹിക്കുകയും മുഖപ്രസന്നതയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്തു. രാജാവ് കർത്താവിനെ ആശ്രയിച്ചു. അത്യുന്നതന്റെ അനുഗ്രഹമുള്ളതിനാൽ അവന് കുലുക്കമുണ്ടായില്ല. കർത്താവേ, ശക്തിയോടുകൂടെ എഴുന്നേൽക്കണമേ.
അങ്ങയുടെ പ്രതാപം ഞങ്ങൾ പാടി സ്തുതിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അധ്വാനശീലരായ 12 സ്നേഹന്മാർക്ക് തൻ്റെ സമ്പത്ത് നൽകിയവനും ദൈവികദാനങ്ങളാൽ അവരെ സമ്പന്നരാക്കിയവനും തൻ്റെ കർത്തൃത്വത്തിൻ്റെ അധികാരം അവരെ ഫലമേൽപ്പിച്ചവനുമായ കർത്താവേ, നിന്റെ ഈ ദാസനെ കടാക്ഷിച്ച് ആവശ്യകമായ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഈ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ യാചനകൾ നീ സ്വീകരിക്കണമേ. കർത്താവേ, ഈ ദാസന്റെ കരങ്ങൾ വഴി നിന്റെ അജഗണത്തിന് എല്ലാവിധ സഹായവും നൽകണമേ. ഇദ്ദേഹത്തോടൊപ്പം നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ സഭയിലെ വൈദികരെയും ശുശ്രൂഷികളെയും അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നിന്റെ കൃപയുടെ ശക്തി നിന്റെ ഈ ദാസൻ്റെ മേൽ ചൊരിയണമേ. ഇദ്ദേഹത്തിൻ്റെ ശിരസിൽ പ്രധാന ആചാരിത്വത്തിൻ്റെ മഹത്വമേറിയ കിരീടം വയ്ക്കണമേ. നിന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ തൻ്റെ ജീവിതകാലം മുഴുവനും നയിക്കുന്നതിനും മേയ്ക്കുന്നതിനും ഭരിക്കുന്നതിനുമായി ഇടയൻ്റെ വടി ഇദ്ദേഹത്തിന് നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ശുശ്രൂഷകളിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ മുന്നിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിയുടെ നേർക്ക് എന്ന പോലെയും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിഗ്രഹവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. കർത്താവേ, നിൻ ശുശ്രൂഷകളിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നിൻ ശുശ്രൂഷകളിൽ നിൻ കൃപയെന്നും ചൊരിയണമേ. തുടർന്ന് നടക്കുന്നത് സവിശേഷമായ ഒരു സുവിശേഷ വായനയാണ്. ഇതോടുകൂടി മെത്രാൻ പട്ടക്രമത്തിൻ്റെ മുഖ്യഭാഗത്തേക്ക് നാം കടക്കുകയാണ്. കാർമ്മികനായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന നിയുക്ത മെത്രാപ്പോലീത്തായുടെ ചുമലിൽ ശോശാപ്പ വിരിച്ച് അതിന്മേൽ പരിശുദ്ധ സുവിശേഷ ഗ്രന്ഥം വച്ചുകൊണ്ടുള്ള സുവിശേഷ വായന കർത്താവിൻ്റെ മധുര പ്രബോധനങ്ങളുടെ നുകം വച്ചുകൊണ്ടുള്ള മെത്രാൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ വിളംബരം ചെയ്യുന്നു. മെത്രാൻ സഭയുടെ ഔദ്യോഗിക സുവിശേഷ വാഹകരും
പ്രഘോഷകരുമാണെന്ന് ഈ കർമ്മം വിളംബരം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തെ സുവിശേഷം വഹിക്കുന്ന ഒരു ബലിപീഠമാക്കി മാറ്റി അവിടെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വയം ബലിയാകാനുള്ള സന്നദ്ധതയാണ് ചുമലിൽ ശോശാപ്പായിട്ട് അതിന്മേൽ പരിശുദ്ധ സുവിശേഷ ഗ്രന്ഥം വായിക്കാനായി വയ്ക്കുന്നത് വിളിച്ചോതുന്നത്. തുടർന്ന് നടക്കുന്ന കയ്യൊപ്പ് ശുശ്രൂഷ സുവിശേഷ ഗ്രന്ഥം അടച്ച് അർത്ഥിയുടെ ചുമലിൽ വച്ചുകൊണ്ടാണ് എന്നുള്ളത് സഭയിൽ ദൈവവചനത്തിന്, പ്രത്യേകിച്ച് സുവിശേഷത്തിനുള്ള സർവോത്കൃഷ്ടമായ പ്രാധാന്യം വിളിച്ചോതുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറേമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈശോ അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ഈശോ ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനേ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈശോ അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും ഈശോ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഈശോ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ മനസ്സിലാക്കുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മെത്രാൻ പട്ടക്രമത്തിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് കൂദാശ ഭാഗമായ സ്യാമീത അല്ലെങ്കിൽ കൈവപ്പ് പ്രാർത്ഥനകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൈവപ്പ് പ്രാർത്ഥനകളിൽ ഒന്നാമത്തേത് തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത മെത്രാപ്പോലീത്തായെ സമർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. കാർമികൻ അർത്ഥിയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ
സഹകാർമ്മികന്മാർ അർത്തിയുടെ ഇരുതോളുകൾ കൈകൾ വെച്ചുകൊണ്ടും സന്നിഹിതരായ മറ്റു മെത്രാന്മാർ വലതുകൈ നീട്ടിപ്പിടിച്ചുകൊണ്ടും നിൽക്കുന്നു. കൈവെപ്പ് പ്രാർത്ഥനകളുടെ സമാപനത്തിൽ ഉച്ചസ്വരത്തിലുള്ള സ്തോത്രത്തിൻ്റെ സമയത്ത് കാർമ്മികൻ നിയുക്ത മെത്രാപ്പോലീത്തയുടെ ശിരസിൽ താഴെ നിന്ന് മുകളിലേക്കും വലത്തു നിന്ന് ഇടത്തേക്കും ശ്ലീവായുടെ ആകൃതിയിൽ റൂസ്മ നൽകുന്നു. അതോടുകൂടി പരിശുദ്ധ റൂഹ ഉന്നതങ്ങളിൽ നിന്നിറങ്ങി വന്ന് മെത്രാപ്പോലീത്തായുടെ ശുശ്രൂഷകളുടെ നിർവഹണത്തിനായി അദ്ദേഹത്തെ പരിപൂർണനാക്കുന്നു. പരിശുദ്ധ റൂഹായുടെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നതിനൊരുക്കമായി നമുക്കെല്ലാവർക്കും ഗായക സംഘത്തോട് ചേർന്ന് നിയുക്ത പിതാവിന് പൗരോഹിത്യത്തിൻ്റെ തികവേകുവാൻ പരിശുദ്ധാത്മാവെ വേഗം പറന്നിറങ്ങണമേ എന്ന കീർത്തനം ആലപിക്കാം. ശിഷ്യഗണത്തിന്മേൽ വന്നു നിറഞ്ഞു വസിച്ചവനാ ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിലിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ തികവേ ദാസനേകണമേ. തിരുസഭയെ നയിച്ചിടുവാൻ നിൻ സുവിശേഷം നൽകിടുവാൻ ദുഃഖിതരെ പരിരക്ഷിപ്പാൻ ദാസൻ അരുളുക നിന്ദാനം. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ തികവേ ദാസനേകണമേ. പുതിയൊരു ജീവൻ ഉൾക്കാനായി കൊടുകൊടു നിന്നാതിൽ മുട്ടും ജലമതിവേഗത്തെ ദാസൻ പൂരിത പൂജിത വരമെന്നും. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ തികവേ ദാസനേകണമേ. നിന്നുടെ ബലിയർപ്പിക്കാനും സ്നേഹത്തിൻ ബലിയാകാനും ശിഷ്യരെ നിത്യം വാഴിക്കാൻ ദാസൻ അരുളുക നിന്ദാനം. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പൗരോഹിത്യത്തിൻ തികവേ ദാസനേകണമേ. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ നമ്മോടൊത്ത് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ നിസാരനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി പൂർത്തിയാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കാരുണ്യവാനും ദയാനിധിയുമായ ഞങ്ങളുടെ കർത്താവേ, അവാജ്യമായ അങ്ങയുടെ നന്മയാൽ തിരുസഭയിൽ ദൈവീക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, സഭാ ശുശ്രൂഷയുടെ കൈവെപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ നിസീബിസ് അതിരൂപതയുടെ സ്ഥാനിക മെത്രാപോലിത്തയായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസനെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇദ്ദേഹം പരിപൂർണനാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകളുയർത്തി ദൈവത്തിൻ്റെ സഭയിൽ നിസീബിസ് അതിരൂപതയുടെ സ്ഥാനിക മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെടുന്ന മോൺസഞ്ഞോ ജോർജ് കൂവക്കാട്ടിനു വേണ്ടി കാരുണ്യവാനായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം യാചിക്കുകയും ഇദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം മുഴുവനും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. അത്യുന്നതനായ ദൈവമേ, നിഗൂഢമായവയെ അറിയുന്നവനെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ സർവവും സൃഷ്ടിച്ചവനെ, ശാന്തമധുരമായ പരിപാലനയാൽ സർവവും ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്നവനെ, ഞങ്ങൾ യാചിക്കുന്നതിനേക്കാൾ അധികമായി എപ്പോഴും നൽകുന്നവനെ, അങ്ങയുടെ ഏകസുതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ദിവ്യരക്തത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയെ സ്ഥാപിച്ചു. അതിൽ അങ്ങയുടെ ഏകജാതൻ മനുഷ്യവർഗത്തിന് നൽകിയ സത്യജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് സ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും മൽപ്പാന്മാരെയും പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മുഖം ഈ ദാസന്റെ മേൽ പ്രതിഫലിപ്പിക്കണമേ. ഞങ്ങൾക്കു വേണ്ടി തന്നെ സമർപ്പിച്ച നിത്യപുരോഹിതനെ അനുകരിച്ച് പൗരോഹിത്യത്തിൻ്റെ പരിപൂർണതയിലെത്തിച്ചേരുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ദാസൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. ഈ ശുശ്രൂഷ വഴിയായി പരിശുദ്ധാത്മാവിനാൽ ഇദ്ദേഹം ശക്തി പ്രാപിക്കട്ടെ. ദൈവമേ, സത്യത്തിൻ്റെ പിതാവേ, പരിശുദ്ധനും സ്തുത്യർഹനുമായവനെ, നിർമ്മല ഹൃദയത്തോടുകൂടെയും സത്യവിശ്വാസം പ്രസംഗിച്ചുകൊണ്ട് അങ്ങയുടെ അജഗണത്തെ മേയ്ക്കുന്നതിനുള്ള അനുഗ്രഹം ഇദ്ദേഹത്തിന് നൽകണമേ. അന്ധകാരത്തിൽ വ്യാപരിക്കുന്നവർക്ക് ഇദ്ദേഹം പ്രകാശവും അറിവില്ലാത്തവർക്ക് അധ്യാപകനും യുവാക്കൾക്ക് ബാലികാബാലന്മാർക്ക് ഉപദേഷ്ടാവുമായിരിക്കട്ടെ. ഭൂമിയിലും സ്വർഗത്തിലും
കെട്ടുന്നതിനും അഴിക്കുന്നതിനുമുള്ള അധികാരം കർത്താവെ ഉന്നതത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് നൽകണമേ. രോഗികൾ ഇദ്ദേഹത്തിൻ്റെ കൈവപ്പ് വഴി സുഖം പ്രാപിക്കട്ടെ. ദൈവമഹത്വത്തിനായി അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഇദ്ദേഹം വഴി അത്ഭുതങ്ങൾ പ്രവർത്തിക്കപ്പെടട്ടെ. അങ്ങയുടെ ശക്തിയാൽ സഭാ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും ശംശാനമാരെയും ഹെപ്തിയാക്കനമാരെയും കാറോയക്കാരെയും ശംശാനീസകളെയും ഇദ്ദേഹം ഉളവാക്കട്ടെ. അങ്ങയുടെ ജനത്തെയും മേച്ചിൽ സ്ഥലത്തെ അജഗണത്തെയും ഇദ്ദേഹം ഒന്നിച്ചു കൂട്ടുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെടുന്നവരെ ദൈവഭയവും പരിശുദ്ധിയും കൊണ്ട് ഇദ്ദേഹം നിറയ്ക്കട്ടെ. അങ്ങയുടെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുൻപിൽ ആത്മവിശ്വാസത്തോടുകൂടെ നിൽക്കുന്നതിനും ഉത്സാഹികളായ കാര്യസ്ഥന്മാർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിസമ്മാനം അങ്ങയുടെ ഏകജാതൻ്റെ കൃപയാലും അനുഗ്രഹത്താലും അങ്ങിൽ നിന്ന് സ്വീകരിക്കുന്നതിനും ഇദ്ദേഹം അർഹനായി തീരുന്നതിനെ ഉന്നതനുള്ള ശക്തി കർത്താവേ ഇദ്ദേഹത്തിന് നൽകണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹകാർമ്മികന്മാർ തങ്ങളുടെ വലതുകരങ്ങൾ മെത്രാപ്പോലിത്ത പട്ടം സ്വീകരിക്കുന്ന ആളിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് എടുക്കുകയും ചുമലിൽ നിന്ന് സുവിശേഷ ഗ്രന്ഥം മാറ്റുകയും ചെയ്യുന്നു. കുമ്പിട്ട് ആചാരം ചെയ്ത ശേഷം നവാഭിഷിക്തൻ എഴുന്നേൽക്കുന്നു. ശുശ്രൂഷ സ്ഥാന ദൗത്യ ചിഹ്നങ്ങളുടെ കൈമാറ്റമാണ് തുടർന്ന് നടക്കുന്നത്. മേൽപ്പെട്ട സ്ഥാന ചിഹ്നങ്ങളുടെ അർത്ഥം വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെ കാർമ്മികൻ അദ്ദേഹത്തെ കിരീടം ധരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വലതുകരത്തിൽ അംശവടി അഥവാ ഇടയൻ്റെ വടി പിടിപ്പിക്കുകയും ദൈവജനത്തെ ആശീർവദിക്കുവാൻ കൈസ്ലീവ നൽകുകയും ചെയ്ത ശേഷം നെറ്റിയിൽ റൂസ്മ ചെയ്ത് മെത്രാപ്പ് അഭിഷേക പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു. Now we have Traditio Instrumentorum, handing over of the instruments, where the bishop-elect is given specific instruments of his office, while the cross and ring are given at the appointment. During the consecration, he receives the mitre, representing the eternal crown that will be rewarded to him for his faithful episcopal ministry, and the crozier, symbolizing his role as shepherd of the faithful. അങ്ങേ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജഗണത്തെ നിഷ്കളങ്കതയോടുകൂടെ സകല ദൈവഭയത്തിലും വിശുദ്ധിയിലും മേയിക്കുന്നതിന് നമ്മുടെ കർത്താവ് അങ്ങേ സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടം അണിയിക്കട്ടെ. നിഗൂഢമായ ആത്മീയായുധം അങ്ങേ ധരിപ്പിക്കുകയും നീതിയുടെ പ്രവർത്തികളാൽ അലങ്കരിക്കുകയും ദൈവീക ദാനങ്ങളും വിശുദ്ധിയുടെ സമൃദ്ധിയും കൊണ്ട് അങ്ങേ പ്രശോഭിതനാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ ദൈവം സിയോനിൽ നിന്ന് അയച്ച് ശക്തിയുടെ ദണ്ഡായ ഈശോ മിശിഹ അങ്ങേയും അങ്ങേ മേയ്ക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ.
നിസീബിസ് അതിരൂപതയുടെ സ്ഥാനിക മെത്രാപ്പോലിത്തയായി ആത്മീയ ശുശ്രൂഷയ്ക്കായി ജോർജ് കാർഡിനൽ കൂവക്കാട്ട് വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. So congratulations. തൻ രാജഗണങ്ങളെ മേയ്ക്കുന്നതിനായി അങ്ങേ തെരഞ്ഞെടുത്ത മിശിഹ അന്ത്യം വരെ അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്നതിന് അങ്ങേ ശക്തനാക്കട്ടെ. ആമീൻ. ഇതാ നമുക്കായി ഒരു മെത്രാ